ഹലോ ഗായ്സ്, അപ്പം അങ്ങനത്തെ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു യാത്ര പോവുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും കാരണന്മാർക്കും അടക്കം ഒരുമിച്ച് ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ ചാവക്കാടുള്ള മറൈൻ വേൾഡ് അക്വേറിയത്തിലാണ് നമ്മൾ ഇന്ന് പോണത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു 11:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ചൂടൊന്നും നോക്കിയില്ല. 3-3.5 മണിക്കൂറുണ്ട് വീട്ടിൽ നിന്ന് ചാവക്കാട്ടിലെത്താൻ. നല്ല വെയിലാണെങ്കിലും ലക്ഷ്യത്തിലെത്താനായിട്ട് ഈ വെയിലൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം പോകുന്ന വഴിയൊക്കെ അതുപോലത്തെ കാഴ്ചകളാണ് കേട്ടോ. ഏകദേശം ഒരു 3.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പിട്ടാണ് വരുന്നതെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ മറൈൻ വേൾഡ് അക്വേറിയത്തിൽ എത്തിച്ചേരാവുന്നതാണ്. അങ്ങനെ ഒരുപാടത്തെ നാളത്തെ ഒരാഗ്രഹവും കൂടി സാധിച്ചിരിക്കുകയാണ് ഗൈസ്. അവധി ദിവസം നോക്കി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കുണ്ടാവും. നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു മറൈൻ വേൾഡ് അക്വേറിയത്തിൻ്റെ പാർക്കിംഗ് വരുന്നത്. കുറച്ചും കൂടി മുമ്പിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ എൻട്രൻസ് വരും. ഈ എൻട്രൻസ് വഴി ഉള്ളിലേക്ക് കയറി കുറച്ച് നടന്നാലേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടക്കുന്ന വഴിയും ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. പിള്ളേർക്കും പ്രായമായവർക്കും ഒക്കെ ആകർഷിക്കുന്ന അടിപൊളി ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകളും നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ പോയാൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ അതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഗാലറീസും നമുക്ക് പോണ വഴി കാണാം. അങ്ങനെ കാണാനായിട്ട് ഒരുപാട് സാധനങ്ങളാട്ടോ നമ്മുടെ ഈ ഒരു മറൈൻ വേൾഡ് അക്വേറിയത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് ടിക്കറ്റ് എടുത്താലാണ് ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് വരുന്നത് ജനറലിന് 400, സീനിയർ 350, 280 രൂപ കുട്ടികൾക്കും. അങ്ങനെ ഞാനും ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാൻ പോവാണ്. ഇനി ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ആദ്യം ഒരു സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ആ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും. കയറുമ്പോൾ തന്നെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി കാറിൽ ഉള്ള അക്വേറിയം നമുക്ക് കാണാൻ പറ്റും. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി വെടിക്കെട്ട് പോലെ കിടക്കുവാണ് ഇവിടെ കാണാനായിട്ടുള്ള കാഴ്ചകൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മൊത്തം ഇരുട്ടാണ്. എന്നിട്ട് ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പാടില്ല, കാരണം അത് മീനുകൾക്ക് ഇറിറ്റേറ്റ് ആവും. ഇത് കണ്ടോ, ഒരു അടിപൊളി ബാരൽ അക്വേറിയമാണ്. ഇതുപോലത്തെ കുറേ ബാരൽ അക്വേറിയം നമുക്ക് ഈ ഒരു മറൈൻ വേൾഡ് അക്വേറിയത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്ത് ഭംഗിയല്ലേ. പല വെറൈറ്റിയിലുള്ള നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് ഇവിടെ. ഈ കാണുന്ന അരോണയും പിന്നെ അരാപ്പയ്മയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള മീനുകൾ. ഇവരെ കാണാനായിട്ട് ആൾക്കാർ കുറേ നേരമാണ് ആ അക്വേറിയത്തിൻ്റെ അടുത്ത് തന്നെ സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു അടിപൊളി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി നിന്നാലാണ് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത്. എന്നാ വലിയ അരാപ്പയ്മയല്ലേ കിടക്കുന്നത്. ഉള്ളത് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു മീനെ തന്നെ കാണുന്നത്. അവിടെ നിന്നും പിന്നെ നമ്മൾ പോണത് ഫിഷ് സ്പാ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെള്ളത്തിൽ കാലിറക്കി വെച്ച് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാവുന്നതാണ്. ഒരു ടിക്കറ്റിന് 400 രൂപ കൊടുക്കുമ്പോൾ ആർക്കായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ദിവന്മാരെയൊക്കെ കാണുമ്പോഴേക്കും ആ ഒരു ബുദ്ധിമുട്ട് എന്തായാലും മാറിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നത് ഇവിടുത്തെ ഒരു ഫോട്ടോഷൂട്ട് പോയിന്റിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫോണിൽ ഫോട്ടോ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരും അവിടെ ഫോട്ടോ എടുത്ത് തരുന്നതാണ്. ഇവിടുന്ന് നേരെ നമ്മൾ ഒരു സ്രാവിൻ്റെ വായിൽ കൂടി പുറത്തേക്ക് പോകുന്ന പോലെയാണ് ഇവിടുത്തെ ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡോർ ഇറങ്ങി കഴിഞ്ഞാലും ഒരുപാട് മീനുകൾ കാണാം. അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു റെയിൻ ഫോറസ്റ്റിലേക്കാണ്. ഈ മഴക്കാടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായിട്ടോ. കാരണം അത്ര ഒറിജിനാലിറ്റിയാണ് ഇവിടുത്തെ ഓരോ ക്രിയേറ്റിവിറ്റിക്കും. മാത്രമല്ല കാട്ടിലുള്ള എല്ലാവരും ഇതുപോലെ സമാധാനത്തോടെ നിൽക്കുന്നത് നമുക്ക് ഇവിടെ വന്നാൽ കാണാം. എന്തൊരു ഒത്തൊരുമയല്ലേ. ഈ മഴക്കാടൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവന്മാരൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കുറേ വെറൈറ്റിയിലുള്ള മീനുകൾ ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ കാണാൻ പോകുന്നത് ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഒരു സ്ഥലത്തേക്കാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ തന്നെ പറ്റും ശാന്തിയുടെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഇതിങ്ങനെ അനങ്ങാണ്ട് നിൽക്കണം കേട്ടോ. നല്ല രസമുണ്ട് ഇതിങ്ങനെ കൂട്ടം കൂടി നിൽക്കണതാണ്, അതും അനങ്ങാണ്ട്. ഇതിൽ 1-2 മീനൊക്കെ ആയിരിക്കും ജസ്റ്റ് ഇതുപോലെ ഒന്ന് അനങ്ങണം. ബാക്കിയെല്ലാം ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കണ്ടാവും. കാണുന്നത് ഏത് മീനാണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാര്യം പറഞ്ഞാൽ അവിടെ എല്ലാത്തിൻ്റെ പേരും നാളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ പേരൊന്നും അങ്ങനെ പോയി വായിച്ചു നോക്കാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ കാണുന്നത് ആരെയാണെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ തൊട്ട് അവൻ്റെ നമ്മുടെ മുമ്പിൽ കിടന്ന ഓരോ പോസ് തന്നെ ഉണ്ട്. അവന് മനസ്സിലായെന്ന് തോന്നണേ. നാട്ടിലേതോ ഫേമസ് യൂട്യൂബറാണ് അവൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ ഒപ്പിയെടുക്കണേന്ന്. എന്തായാലും താങ്ക്സ് മോനെ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫോട്ടോയും വീഡിയോയും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, അതിന് മാത്രം ഉണ്ട് നമുക്കിവിടെ കാണിക്കാനായിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോൾ പിന്നെ അരാപ്പയ്മ.
നല്ല രീതിയിലുള്ള ആവാസ വ്യവസ്ഥ ഇവിടെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കിടക്കുന്ന മീനുകൾക്കൊന്നും വലിയ ഇറിറ്റേഷനും അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അതുപോലെ തന്നെ ഹാപ്പിയുമാണ്. അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. മറൈൻ വേൾഡ് അക്വേറിയത്തിൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവധിക്കാലമല്ലേ, എല്ലാവരും ഒന്ന് പോയി ഇതൊക്കെ കണ്ട് ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വാ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബായ്.